ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ പാർട്ട് 1 ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ട്രാൻസ്ഡ്യൂസർ എന്നുള്ള ടോപ്പിക്കിലെ മാരത്തോൺ MCQന്റെ ഭാഗം 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാർട്ട് 1 നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നതല്ല, വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ പോവുള്ളൂ. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം കേട്ടോ. Calculate the illuminance on a surface 5 meters away from a lamp emitting 1500 lumens എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇലൂമിനൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇലൂമിനൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ തന്നിട്ടുള്ളത് എന്താ തന്നിട്ടുള്ളത്? The luminous flux from the lamp is 1500 lumens തന്നിട്ടുണ്ട് അല്ലെ. 1500 lumens ആണ് തന്നിട്ടുണ്ട്. The distance from the lamp to the surface എത്രയാണ്? 5 meters തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇലൂമിനൻസ് ആണ്. ഇലൂമിനൻസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? E അല്ലെ. It can be calculated using the inverse square for illumination. Inverse square for illumination which assume the lamp is a point source and the light spread uniformly in all direction. അപ്പോൾ ഇതില് ഓപ്ഷൻ A 5 എന്ന് തന്നിട്ടുണ്ട്, ഓപ്ഷൻ B 6 തന്നിട്ടുണ്ട്, ഓപ്ഷൻ C 7 തന്നിട്ടുണ്ട്, ഓപ്ഷൻ D 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർമുല ഇലൂമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലൂമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് റൈറ്റ് ആൻസർ ഏതാണ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അറിയുന്നവർ ചെയ്ത് നോക്കുക, അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 5 ആണ്. ഇലൂമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെഷർമെന്റ് ആണ് ഇലൂമിനൻസ് എന്ന് പറയുന്നത് അല്ലെ. സ്പെസിഫിക്കലി ദ ലൂമിനസ് ഫ്ലക്സ് ലൈറ്റ് എനർജി പെർ യൂണിറ്റ് ഏരിയ മെഷർഡ് ഇൻ ലെഗ്സ് ഓർ ലൂമെൻസ് പെർ സ്ക്വയർ മീറ്റർ. അപ്പം എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എന്താണ് ഫോർമുല, ഇലൂമിനൻസിന്റെ ഫോർമുല എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇലൂമിനൻസിന്റെ ഫോർമുല എന്താണ് മക്കളെ? എന്താണ്? E ഈസ് ഈക്വൽ ടു, ഇതിൽ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു, E ഈസ് ഈക്വൽ ടു, E ആണ് ഇലൂമിനൻസ് അല്ലെ. E ഈസ് ഈക്വൽ ടു 5 അല്ലെ. ഫ്ലക്സ് 5 by എത്രയാണ്? 4 pi r സ്ക്വയർ ആണ് കേട്ടോ. 4 pi r സ്ക്വയർ ആണ് ഇലൂമിനൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതില് എനിക്കിത് എഴുതിയിട്ട് വലിയ ശീലമില്ല, അതുകൊണ്ട് തന്നെ അധികം കുറവുകൾ ഉണ്ടായിരിക്കും. കാര്യം മനസ്സിലാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഇതിൽ തന്നിട്ട് പോലെ തന്നെ ലുമിനസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് ലുമിനസ് ഫ്ലക്സ് ആണ് ഇത്. 5 എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഏരിയ 4 pi r സ്ക്വയർ. ഓക്കെ, 4 pi r സ്ക്വയർ ആണ് ഇത് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ദ ഫോർമുല ഫോർ ഇലൂമിനൻസ്, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൻ വാല്യൂസ്. അപ്പൊ നമുക്ക് വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 1500 ലൂമെൻസ് തന്നിട്ടുണ്ട് അല്ലെ. 1500 ലൂമെൻസ് തന്നിട്ടുണ്ട്. സോ 1500, that is 5 is equal to 1500 ആണ്. 1500 by 4 pi. 4 pi ആ വാല്യൂ തന്നെയാണല്ലോ, അത് കോൺസ്റ്റന്റ് ആണല്ലോ. 4 pi into r എത്രയാണ്? r എത്ര തന്നിരിക്കുന്നത്? 5 meters away. 5 meters away തന്നിട്ടുണ്ട്, that is 5 square. 5 square ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. 5 square ആണ്, യെസ് അല്ല, 5 സ്ക്വയർ ആണ്. അപ്പൊ ഒരു അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു 4.78 അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ, അപ്രോക്സിമേറ്റ്ലി. അപ്പൊ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ട് 4.78 ഇവിടെ അടുത്ത് നിൽക്കുന്നത് ഏതാണ്? 5 ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A 5. ക്ലിയർ ആയോ? ഇലൂമിനൻസ് എന്താന്ന് മനസ്സിലായല്ലോ. ഒരു സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അതിന്റെ മെഷർമെന്റ് ആണ് ഇലൂമിനൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ 5 by 4 pi r സ്ക്വയർ ആണ്. അതായത് ലൂമിനസ് ഫ്ലക്സ് ബൈ എന്താണ്? ഏരിയ അല്ലെ. ഏത്? പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ പെർ സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 5 ഇവിടെ തന്നിട്ടുണ്ട്, 1500 ലൂമെൻസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ 4 pi into r. r നമുക്ക് തന്നിട്ടുണ്ട് 5 meters ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ 5 meters 5 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.7. അതായത് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അവസാനം ഉണ്ടല്ലോ, അവസാനം വന്നിട്ട് 1000. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നും കൂടി എഴുതാം, ഇവിടെ വലുതായി ആവുന്നുണ്ടല്ലേ. ഒന്നും കൂടി എഴുതരാം കേട്ടോ, ഒന്നും കൂടി എഴുതാം. മനസ്സിലായതിൽ സന്തോഷം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ 1500 ലൂമെൻസ് എന്ന് കിട്ടും. 1000
1500 ലൂമെൻസ് എന്ന് കിട്ടും. 1500 ലൂമെൻസ് ബൈ എന്താ നമ്മൾ പറഞ്ഞ 4πr² ആണ് അല്ലെ. അപ്പൊ 4π ഇൻറ്റു r² എത്ര കിട്ടിയ മക്കളെ? r² എത്ര കിട്ടി? r എന്ന് പറയുന്നത് 5 ആണ് എന്ന് മനസ്സിലായി. അപ്പൊ 5² എന്നുള്ളതാണ്. ഇതുവരെ മനസ്സിലായല്ലോ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്നറിയോ? എന്തായിരിക്കും? 1500 by 4π into 5² എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 25 into 4 അല്ലെ. 5² 25 into 4 എത്ര കിട്ടും? 1500 by 1500 by എത്ര കിട്ടും? 100 പൈ എന്ന് കിട്ടും. ഇത്രയും കിട്ടിയില്ലേ? ബാക്കി ചെയ്യാനായിട്ട് കിട്ടുമല്ലോ അല്ലെ. 100 പൈ എന്ന് കിട്ടും. വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു. 15 by പൈ എന്ന് ആൻസർ കിട്ടും. അത് എത്രയാണ്? which is approximately equal to 15 by പൈ is approximately equal to 4.78 അല്ലെങ്കിൽ 9 എന്ന് വരും കേട്ടോ. അപ്രോക്സിമേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് which is 5 എന്ന് ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മാച്ച് കളഞ്ഞോട്ടെ? ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ മാച്ച് കളഞ്ഞോട്ടെ? അതോ ഇതിൽ തന്നെ ഇത്തരെങ്കിലും അങ്ങനെ വെക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം അല്ല, ഓക്കെ, അതൊന്നും കൂടി പറയുന്നുണ്ട്. 4.77 lakhs. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് എമിറ്റ്സ് 500 lumens. അപ്പോൾ വീണ്ടും ലുമെൻസ് അല്ലെങ്കിൽ ലുമിനസ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലുമിനസ് ഇന്റൻസിറ്റി ഓഫ് ദ സോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 125 കാൻഡില, ഓപ്ഷൻ ബി 40 കാൻഡില, ഓപ്ഷൻ സി 100 കാൻഡില, ഓപ്ഷൻ ഡി 50 കാൻഡില. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, 40 കാൻഡില ആണ്. എന്താണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്? ലൂമിനസ് ഫ്ലക്സ് പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. അപ്പൊ അതായത് luminous flux per unit solid angle. For a point source of light, luminous flux is emitted uniformly in all direction, which means the solid angle is the total angle of a surface. എന്ത് മനസ്സിലായി? എന്താണ് മനസ്സിലായി? ഈ സോളിഡ് ആംഗിൾ എന്നൊരു വേർഡ് ഇവിടെ കണ്ടില്ലേ? സോളിഡ് ആംഗിൾ എന്താണ്? ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ആംഗിൾ നമുക്ക് അറിയാം, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഓം എന്നാണ്. അപ്പൊ സോളിഡ് ആംഗിൾ റെസിസ്റ്റൻസ് അല്ല കേട്ടോ. ഓക്കെ, സോളിഡ് ആംഗിൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോളിഡ് ആംഗിളിന്റെ ഫോർമുല ഓർമ്മയുണ്ടോ? ഏരിയ ഓഫ് ദ സർഫസ് പ്രൊജക്റ്റഡ് ടു എ സ്ഫിയർ ബൈ ഏരിയ ഓഫ് ദ സർഫസ് ആണ്. അപ്പോ ഏരിയ ആണെന്ന് മനസ്സിലായി. അപ്പൊ എ ബൈ ഒരു പേനയും ബുക്കും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നമ്മുടെ ക്ലാസ്സുകൾ ഈ മാരത്തോൺ MCQ കേൾക്കുമ്പോൾ ഒരു പേനയും ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്സ് ആണ്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഒരു പേനയും ബുക്കൊക്കെ എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോ എന്താണ് പറഞ്ഞത്? സോളിഡ് ആംഗിൾ ഓം ഈസ് ഈക്വൽ ടു എ ബൈ എന്താണ്? സ്ക്വയർ ഓഫ് ദ സ്ഫിയർ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് എ ബൈ ആർ സ്ക്വയർ. ഓക്കെ, എ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോ ഇവിടെ നമ്മൾ സ്ഫിയർ ആണ് യൂസ് ചെയ്യുന്നത്. ദ സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ഈസ് ഗിവൻ ബൈ ദ ഫോർമുല. സർഫസ് ഏരിയ എങ്ങനെ കാണാം? എ ഈസ് ഈക്വൽ ടു 4πr² അല്ലേ? സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? എ ഈസ് ഈക്വൽ ടു 4πr² ആണ്. അതറിയാലോ. അപ്പൊ ഇത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 4π ഈ എ ഉണ്ടല്ലോ, ഇത് ഇവിടേക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന്. അപ്പൊ എന്ത് വരും? 4πr² ബൈ ആർ സ്ക്വയർ വരുമല്ലോ. 4πr² ബൈ, ഞാനിത് എന്താണ് സോളിഡ് ആംഗിൾ എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. 4πr² ബൈ ആർ സ്ക്വയർ വരും. അപ്പൊ എന്ത് കിട്ടും? ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് സോളിഡ് ആംഗിൾ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് 4π ആണെന്ന് കിട്ടും. 4π ആണെന്ന് കിട്ടുമല്ലോ. 4π ആണ്. അതായത് യൂണിറ്റ് സോളിഡ് ആംഗിൾ യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണ്. എന്താണ്? സ്റ്റെറേഡിയൻ. അപ്പൊ നമ്മൾ എന്താ പറയാ? 4πs അല്ലെങ്കിൽ സ്റ്റെറേഡിയൻ എന്ന് പറയാം. അപ്പോ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റില് luminous flux is emitted uniformly, എല്ലാ ഡയറക്ഷനിലും യൂണിഫോംലി എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ആ സ്ഫിയറിൽ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? എത്രയാണ്? 4π സ്റ്റെറേഡിയൻ ആണ്. അത് എങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഏരിയ ബൈ റേഡിയസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു, അതായത് ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റേഡിയസ് ആർ ക്യാൻസൽ, ഗോട്ട് ക്യാൻസൽ, ആൻഡ് നമുക്ക് കിട്ടുന്നു 4π സ്റ്റെറേഡിയൻ എന്ന് ആൻസർ നമുക്ക് കിട്ടുന്നു. നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് ബൈ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സ് ബൈ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. നമുക്ക് സോളിഡ് ആംഗിൾ കിട്ടി. നമുക്ക് ലൂമിനറ്റ് ഫ്ലക്സ് ഇവിടെ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ലേ? ഇത് എന്താ പിന്നെ? 500 ലൂമെൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൂമിനസ് ഫ്ലക്സ് ആണ്. അപ്പോ എന്താണ് ലൂമിനസ് ഫ്ലക്സ്? നമുക്ക് 500 എന്ന് കിട്ടിയിട്ടുണ്ട്. 500 ബൈ
by unit sold angle, that is 4 pi അല്ലെ, 4 pi 500 by 4 pi ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരും? 500 by 4 pi. അതായത് എന്താണ് ഇത് കാണാനുള്ള ഇക്വേഷൻ, അതായത് the relationship between the luminous flux and luminous intensity എന്താ? luminous intensity എന്ന് പറയുന്ന ഒരു ഐസോട്രോപിക് പോയിന്റ് സോഴ്സ് ആണ്. that is luminous flux per unit sold angle. അതായത് IV, luminous intensity നെ നമുക്ക് IV എന്ന് റെപ്രസെന്റ് ചെയ്യാം. luminous intensity IV is equal to luminous flux എന്താണ്? phi ആണ്. phi by എത്രയാണ്? സോൾഡ് ആംഗിൾ ആണ് അല്ലെ, luminous per unit sold angle ആണ്. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ യൂണിറ്റ് സോൾഡ് ആംഗിൾ എന്താന്ന് പറഞ്ഞത്? which means sold angle is a total unit sold angle of the pure, because luminate flux is emitted uniformly in all direction. emit ചെയ്യുന്ന കാരണം ഇതിൽ ഓം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾഡ് ആംഗിൾ എന്ന് പറയുന്നത് 4 pi ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ലൂമൻസ് നമുക്ക് തന്നിട്ടുണ്ട് 500 by എത്രയാണ്? ഓം എന്ന് പറയുന്നത് 4 pi ആണ് അല്ലെ, 4 pi, 4ന്റെ കുറച്ച് നീണ്ടു പോയി, 4 pi ആണ്. അപ്പൊ 4 pi ആകുമ്പോൾ നമുക്ക് എന്താണ്? 4 pi SR. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ എന്താ കിട്ടുമെന്ന് അറിയോ? 39.8 എന്ന് കിട്ടുവേ, 39.8 എന്ന് കിട്ടും, 39.8 എന്ന് കിട്ടും, which is approximately equal to 40 candle. മനസ്സിലായില്ലേ? luminous intensity, luminous flux by unit sold angle 4 pi, okay, and luminous flux എന്ന് പറയുന്നത് 500 ആണ്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് അപ്പോൾ ആൻസർ കിട്ടുന്നു. അപ്പൊ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് വേണം. പിന്നെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലെ. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ഒരു സമാധാനമുള്ള ഒരു ചോദ്യം, പെട്ടെന്ന് കിട്ടുന്ന ഒരു ചോദ്യം വന്നു അല്ലെ. ലൂമിനസ് ഇന്റൻസിറ്റിയും ഫ്ലക്സും യൂണിറ്റ് സോൾഡുകളൊക്കെ മാറ്റി വെക്കുക. അടുത്ത ചോദ്യം, ഇഫ് 2 12-volt ബാറ്ററി, ഇതെന്താണ്? ഇഫ് 2 12-volt batteries each with a capacity of 150 Ah are connected in parallel കണക്ട് ചെയ്തിരിക്കുന്നു, what is the total capacity in Ah? വേഗം ചെയ്ത് നോക്കുക കേട്ടോ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പാരലൽ കണക്ട് ചെയ്യുന്നു, ടോട്ടൽ കപ്പാസിറ്റി മാത്രം അറിഞ്ഞാൽ മതിയാകും അല്ലെ. ചെയ്ത് നോക്കുക, ചെയ്തിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം വീഡിയോ പ്ലേ ചെയ്യുക. ഓപ്ഷൻ എ 150 ആണോ? ഓപ്ഷൻ ബി 75 ആണോ? ഓപ്ഷൻ സി 300 ആണോ? ഓപ്ഷൻ ഡി 200 ആണോ? ഏതാ മക്കളെ ആൻസർ? 300 എന്ന് കിട്ടിയോ? എങ്ങനെ കിട്ടി? അതായത് രണ്ട് ബാറ്ററീസ് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് ആർ ആഡഡ് ടുഗദർ വൈൽ ദ വോൾട്ടേജ് റിമെയിൻസ് സെയിം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. രണ്ട് ബാറ്ററീസ് പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റീസിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വോൾട്ടേജ് എങ്ങനെയാണ്? സെയിം ആയിട്ട് മാറും. സോ ദ ടോട്ടൽ കപ്പാസിറ്റി ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ കപ്പാസിറ്റി വന്ന് കപ്പാസിറ്റി ഓഫ് ബാറ്ററി 1 and the capacity of battery 2 എത്രയാണ്? രണ്ടും എത്ര തന്നെയാണ്? 150 Ah ആണ്. 150 plus 150 which is equal to 300 Ah. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 12 വോൾട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക, വോൾട്ടേജ് റിമെയിൻസ് ദ സെയിം, ആ കാര്യം മറന്നു പോകാതിരിക്കുക. സോ ടോട്ടൽ കപ്പാസിറ്റി is equal to capacity of battery 1 plus capacity of battery 2 which is equal to 150 Ah plus 150 Ah. Total capacity is equal to 300 Ah. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ വൃത്തിയാക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഇഫ് ആൻ LVDT ഹാസ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ഓഫ് +or-10 volt for a displacement range of +or-10 mm, what is the sensitivity of LVDT in voltage per mm? അപ്പോൾ സെൻസിറ്റിവിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 0.1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0.5. ഏതാണ് റൈറ്റ് ആൻസർ? വീഡിയോ പോസ് ചെയ്തോളൂ, അതിനുശേഷം ചെയ്തു നോക്കൂ, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യൂ, ആൻസർ പറയൂ, ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയൂ. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി എന്ന് കിട്ടിയോ? ഓപ്ഷൻ സി, അതായത് 1 volt അല്ലെ. എങ്ങനെയാണ് കിട്ടിയത്? sensitivity of an LVDT is the ratio of its output voltage change with the corresponding displacement change. ചെയ്തു നോക്കാം. സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞത്? ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ടു ദ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് അല്ലെ. ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് ടു ദ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് ആണ് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച് എത്ര തന്നിരിക്കുന്നത്? ഇതാ +or-10 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് എങ്ങനെ കാണുക? +or- ടോട്ടൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് എങ്ങനെ കാണുക? അതായത് ഒന്നെന്ന് പറയുന്നത് 10 ആണ്, അല്ലെങ്കിൽ അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോൾട്ടേജ് കണ്ടിട്ട്. അപ്പോ എന്താണ്? 10 -
മൈനസ് 10 വോൾട്ട് അല്ലെ, 10 വോൾട്ട് മൈനസ് 10 വോൾട്ട് നമുക്ക് എത്ര കിട്ടും മക്കളെ? 10 പ്ലസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 20 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഏത് വോൾട്ടേജ്, ചേഞ്ച് ഇൻ വോൾട്ടേജ് നമുക്ക് 20 വോൾട്ടേജ് എന്ന് ആൻസർ കിട്ടും, ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഇനി അടുത്തത് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഇതേപോലെ തന്നെയല്ലേ, അതും എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 mm എന്ന് ആൻസർ കിട്ടും, 20 mm എന്ന് ആൻസർ കിട്ടും. ഇത്ര എളുപ്പമാണോ എന്ന് ഇപ്പൊ തോന്നും അല്ലെ, ആൻസർ കാണുമ്പോൾ തോന്നും ഇത്ര എളുപ്പമായിരുന്നു ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? സോറി, ഔട്ട്പുട്ട് റേഞ്ച് അല്ല, സെൻസിറ്റിവിറ്റി ഓഫ് LVDT എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ 20 വോൾട്ട് ബൈ 20 mm. യൂണിറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. 20 വോൾട്ട് ബൈ 20 mm എന്ത് വരും? 1 വോൾട്ട് എന്ന് വരും അല്ലെ, 1 വോൾട്ട് പെർ mm എന്ന് വരും. അതായത് ഇതായിരിക്കും ആൻസർ. ഇത് എളുപ്പമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. സോ കുഴപ്പമില്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. വലിയൊരു ചോദ്യമാണ്, പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. A Hall effect transducer is used to measure the strength of the magnetic field. The transducer has a Hall effect of 5 into 10 raised to minus 5, 10 raised to minus 5 meter cube, അല്ലെ, and a thickness of 0.2 mm. If the magnetic field strength നമുക്ക് തന്നിട്ടുണ്ട് 0.5 T and the current through the transducer is 15 mA, what is the Hall voltage എന്നാണ്. ഓപ്ഷൻ A 1.875, Option A 1.875, Option B 1.75 millivolt, Option B 7.5, Option D 15. ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ആൻസർ പറയാൻ പോവുകയാണ്. ഓപ്ഷൻ എ 1.875. എങ്ങനെ കിട്ടി? Hall voltage in a Hall effect transducer is given by the formula. എന്താണ്? VH. Hall voltage എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഴുതി കാണിച്ചു തരാട്ടോ. ഈ എഴുതുമ്പോ VH is equal to എന്താണ്? RH അല്ലെ, RH അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. VH is equal to RHIB by T ആണ് കേട്ടോ. R suffix ന്റെ RHIB by T ആണ്. അതായത് RH എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ കോഎഫിഷ്യന്റ് ആണ്. ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. ഈ ഒരു ഇക്വേഷൻ, ഹോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. RH എന്ന് പറയുന്നത് ഹോൾ കോഎഫിഷ്യന്റ് ആണ്. I എന്ന് പറയുന്നത് ഇതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലെ, ഹൈലൈറ്ററും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഹൈലൈറ്ററിന്റെ കളറുകൾ മാറ്റാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോ RHIB എന്നുള്ളതാണ്. RH എന്ന് പറയുന്നത് ഹോൾ കോഎഫിഷ്യന്റ് ആണ്. ആൻഡ് I is the current through the transducer. I എന്ന് പറയുന്നത് current through the transducer and B is the magnetic field strength ആണ്. T is the thickness of the transducer. ഇതിൽ RH എത്ര തന്നിരിക്കുന്നത്? 5. ഇതാണ്ടോ, ഹോൾ കോഎഫിഷ്യന്റ് തന്നിട്ടില്ലേ? 5 into 10 raised to minus 5 എന്ന് തന്നിട്ടുണ്ട്. T തന്നിട്ടുണ്ടോ? T 0.2 തന്നിട്ടുണ്ട്. തിക്നെസ് തന്നിട്ടുണ്ട്. പിന്നെ B തന്നിട്ടില്ലേ? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടില്ലേ? എത്രയാണ്? 0.5 T എന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. I തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മില്ലി ആംപിയർ. എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഹോൾ വോൾട്ടേജ്. എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കുവേ. അതായത് തെറ്റ് നിങ്ങൾക്ക് എവിടെ പറ്റിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റിയിട്ടുണ്ടെങ്കിൽ, ശരിയായിട്ടില്ലെങ്കിൽ നല്ല കാര്യം, ശരിയായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അപ്പൊ VH is equal to ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവസാനം ഇങ്ങനെ 3.75 into 10 raised to minus 7 by 0.2 എന്ന് വരുവേ. 3.75 into 10 raised to 7 ന്റെ 10 raised to 7 by 0.2 into എനിക്ക് തോന്നുന്നത് 10 raised to minus 3 ആണെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കുക കേട്ടോ. 10 raised to minus 3 minus 7 ആണ്, -7 തന്നെയാണ്. -7 by 0.2 10 raised to minus 3 ചെയ്യും. അപ്പൊ നമുക്കൊരു 1.85 into 10 raised to minus 3, that is -3 എന്ന് പറഞ്ഞാൽ അറിയാലോ മില്ലി വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ പക്കയായിട്ട് കിട്ടും. അപ്രോക്സിമേഷൻ ഒന്നും അല്ല കേട്ടോ, കറക്റ്റ് ആയിട്ട് 18.75 എന്ന് കിട്ടും. കാര്യം ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളൂ. ഹോൾ കോഎഫിഷ്യന്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തിക്നെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ട്രാൻസ്ഡ്യൂസർ അല്ലെ, കറന്റ് I ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VH is equal to RHIB by T ആണ്.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക, ശരിയാണോ എന്ന് നോക്കുക, എവിടെയാണ് തെറ്റിയെന്ന് മനസ്സിലാക്കുക. വീണ്ടും അറിയണമെങ്കിൽ വീഡിയോ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോ ആറാമത്തെ ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം, ഈ ഹാൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ് ടു മെഷർ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. ഇഫ് ദ ഹാൾ വോൾട്ടേജ് ജനറേറ്റഡ് 2.5 മില്ലി വോൾട്ട്. അപ്പൊ നമുക്ക് ഹാൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഹാൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വി എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, 2.5 മില്ലി വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.5 × 10⁻³ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. When the magnetic field strength is 0.5 T, magnetic field strength അഥവാ B എത്രയാണ്? 0.5 T. And the current flowing through the sensor നമുക്ക് തന്നിട്ട് 10 മില്ലി ആംപിയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് what is the sensitivity ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. Sensitivity of the Hall effect transducer 1 millivolt, 5 millivolt, 25, 1.25. പോസ് ചെയ്യൂ. ആൻസർ ശരിയാണോ നോക്കൂ. ഞാൻ ആൻസർ പ്ലേ ചെയ്യാൻ പോവാണ്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. സെൻസിറ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഹാൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഹാൾ വോൾട്ടേജ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് ചെയ്ത് നോക്കാം, എസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എന്താ പറഞ്ഞത്? ചേഞ്ച് ഇൻ ഹാൾ വോൾട്ടേജ് അല്ലെ, ദാറ്റ് ഈസ് വി എച്ച്. ചേഞ്ച് ഇൻ ഹാൾ വോൾട്ടേജ് വി എച്ച് ബൈ എത്രയാണ്? പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ബി എ. ബി നമുക്ക് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ശീലമുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് വൃത്തിക്കുറവ്. എസ് ഇസ് ഇക്വൽ ടു വി എച്ച് ബൈ ബി. അപ്പോ ഇനി ഇതിലേക്ക് ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എസ് ഇസ് ഇക്വൽ ടു ഇതിൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടുള്ളന്നേ. വി എച്ച് നമുക്ക് എത്ര തന്നിട്ട്? 2.5 മില്ലി വോൾട്ട് തന്നിട്ടില്ല. അപ്പൊ 2.5 മില്ലി വോൾട്ട്, 2.5 മില്ലി വോൾട്ട് ബൈ, മില്ലി വോൾട്ട് എഴുതണം കേട്ടോ, ഞാൻ എഴുതില്ലാന്നേ ഉള്ളൂ. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0.5 അല്ലെ, 0.5 എന്ന് കിട്ടും നമുക്ക്. അപ്പൊ എത്ര കിട്ടും? മില്ലി വോൾട്ട് ആണ്. ഇവിടെ മില്ലി വോൾട്ട് ആണ്, താഴെ ടി ആണ്. നമ്മൾ ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 അല്ലെ, 5 മില്ലി വോൾട്ട് പെർ ടി എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. VH by B, where VH is the Hall voltage and B is the magnetic field strength. And Hall voltage എന്ന് പറയുന്നത് എത്രയാണ്? Hall voltage എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2.5 millivolt എന്ന് കിട്ടി. അതുപോലെ magnetic field strength 0.5 T എന്ന് കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നതായിരിക്കും അല്ലെ. ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഈ മായ്ക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം, മായ്ക്കേണ്ട മിസ്സേ, ഞങ്ങൾ ഇത് എഴുതട്ടെ എന്ന് പറഞ്ഞു ഞാൻ മാറ്റില്ല. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹോംസ്? എത്ര നേരം നമ്മള് കണക്കില് കുളി കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനമുള്ള ഒരു ചോദ്യം, ഇനി അധികം തല പുകയേണ്ട ആവശ്യകത ഇല്ലാത്തൊരു ചോദ്യം അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹോംസ്? പ്ലേറ്റ് എർത്തിങ്, ഓപ്ഷൻ ബി എർത്തിങ് മാറ്റ്, ഓപ്ഷൻ സി റോഡ് എർത്തിങ്, ഓപ്ഷൻ ഡി സ്ട്രിപ്പ് എർത്തിങ്. ഇതില് പ്ലേറ്റ് എർത്തിങ്ങും യൂസ് ചെയ്യാറുണ്ട്, റോഡ് എർത്തിങ്ങും കോമൺലി യൂസ് ചെയ്യാറുണ്ട്. ഇതില് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് മാത്രം നോക്കി വെച്ചാൽ നമുക്ക് ആൻസർ. ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റോഡ് എർത്തിങ് ആണ്. റോഡ് എർത്തിങ് is a very common and effective method used in residential homes and it is fundamental part of safe electrical system. Okay, so it is the fundamental part of safe electrical system. ഈ പ്ലേറ്റ് എർത്തിങ്ങും കുഴപ്പമില്ല, പ്ലേറ്റ് എർത്തിങ്ങും ബെറ്റർ തന്നെയാണ്, കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. പക്ഷെ റോഡ് എർത്തിങ്ങിന് കമ്പയർ ചെയ്യുമ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് റോഡ് എർത്തിങ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ fundamental part of the safe electrical system. It is widely used to protect both the people and electrical appliances from serious damage caused by the electrical faults, surges and lightning strikes. സോ ഇതിനിപ്പോ ഡീറ്റെയിൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റോഡ് എർത്തിങ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് വീണ്ടും വന്നു, ഇഫ് എ 20 meter ലോങ് കോപ്പർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ടല്ലേ. ലൂമിനസ് ഇന്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ്, പിന്നെന്താണ് യൂണിറ്റ് സോളിഡ് ആംഗിൾ എന്നൊക്കെ കേൾക്കുന്നവർന്ന് റെസിസ്റ്റൻസ്, പാരലൽ, സീരീസ്, ഓം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടോ? ഇല്ലേ? ഇത് കേൾക്കുമ്പോഴും സമാധാനം ഇനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. If a 20 meter long copper wire has a resistance of 0.03 ohms, what is the resistance of 60 meter long wire of the same type and thickness? Option A 0.01 ohm, option B 0.09 ohm, option C 0.06 ohm, option D 0.015 ohm. Which is the right answer?
ഓപ്ഷൻ ബി ആണ് 0.09 ohm ആണ്. The ratio of the resistance to the length is constant. അതായത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെ വരും? R is equal to rho L by A എന്നുള്ള സാധനം നിങ്ങൾ മറക്കില്ലല്ലോ. The basic equation for the resistance R is equal to rho L by A എന്നുള്ളതാണ് ബേസിക് ഇക്വേഷൻ. ഇതില് ഈ റെസിസ്റ്റൻസ്, ഇത് റേഷ്യോ ഓഫ് ദ റെസിസ്റ്റൻസ് ടു ദ ലെങ്ത് ഈസ് കോൺസ്റ്റന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ റെസിസ്റ്റൻസും ലെങ്ത്തും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? R1 by L1 is equal to R2 by L2 ആണ് അല്ലെ? R1 by L1 is equal to R2 by L2 ആണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 20 മീറ്റർ ലോങ്ങില് ആസ് എ റെസിസ്റ്റൻസ് ഓഫ് 0.03 തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം R1 തന്നിട്ടുണ്ട്. R1 എത്രയാണ്? 0.03 ആണ്. 0.03 by അതുപോലെ തന്നെ L1 എത്രയാണ്? 20 തന്നിട്ടുണ്ട്. 20 തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു R2 എത്രയാ? R2 എവിടെ? R2 തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അത് കാണുക? R2 by L2 എത്രയാണ്? L2 നമുക്ക് തന്നിട്ടുണ്ട് 60 മീറ്റർ ലോങ് തന്നിട്ടുണ്ട്, 60. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കണ്ടുപിടിക്കണം? R2 കണ്ടുപിടിക്കണം. അപ്പൊ ഇൻറ്റു 60 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് R2 ആൻസർ കിട്ടുന്നതായിരിക്കും. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ. The ratio of the resistance, ഈ ഒരു ഇക്വേഷൻ R is equal to rho L by A എന്നുള്ള ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. The ratio of the resistance to the length is constant, and just substituting to the values R1 by L1 is equal to R2 by L2. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? R1 നമുക്ക് തന്നിട്ടുണ്ട് 0.03 എന്ന് തന്നിട്ടുണ്ട്. L1 എന്ന് പറയുന്നത് 20 മീറ്റർ ലോങ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് റെസിസ്റ്റൻസ്? അതായത് R2 ആണ് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, R2 നെ പിടിച്ച് പുറത്തിടുക. അപ്പൊ നമുക്ക് കിട്ടും 60 into 0.03 by 20 which is equal to 0.09 ohm is the right answer. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പോ കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ യൂണിറ്റ് സോൾഡ് ആംഗിൾ ആണ് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അല്ലെ. 9ാമത്തെ ചോദ്യം. A rotary potentiometer is used as an angular displacement transducer if the total resistance of the potentiometer എന്ന് പറയുന്നത് 20 kilo ohm ആണ് and the angular displacement എന്ന് പറയുന്നത് 90 degree ആണ്. What is the resistance change for this displacement assuming a linear relationship എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. A rotary potentiometer is used as an angular displacement ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ചേഞ്ച് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The resistance, if the total resistance എന്താ തന്നിരിക്കുന്നത്? If the total resistance of the potentiometer 20 kilo ohm തന്നിട്ടുണ്ട്, 20 kilo ohm തന്നിട്ടുണ്ട്, and angular displacement 90 degree ആണ് തന്നിട്ടുണ്ട്. Resistance change with the displacement assuming a linear relationship എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5 kilo ohm, ഓപ്ഷൻ ബി 2.5, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 1 kilo ohm. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്. 5 kilo ohm is the right answer. എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് assuming a linear relationship, the change in resistance of the potentiometer എന്ന് പറയുന്നത് എന്താണ്? is directly linear എന്ന് പറയുന്നത് എന്താണ്? directly proportional ആണ് അല്ലെ. അപ്പൊ change in resistance of the potentiometer is directly proportional to the angular displacement. ശരിയാണോ? ശരിയല്ലേ? Then the total resistance of the potentiometer correspond to the total possible angular displacement which is a full circle or 360 degree ആണ്. or 360 degree. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ആൻസർ 5 kilo ohm നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് 5 kilo ohm എന്നുള്ള ആൻസർ കിട്ടിയത് എന്നുള്ളതാണ്. അപ്പൊ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഡെൽറ്റ ആർ അവിടെ ഉണ്ടായിരുന്നു. ശരിയാണോ? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡെൽറ്റ ആർ ഈക്വൽ ടു ആർ ടോട്ടൽ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ആർ ടോട്ടൽ ഇൻറ്റു എന്താണ്? can be calculated by using the ratio of the given angular displacement to the total angular displacement ആണ്. അപ്പോ angular displacement എത്രയാണ്? angular displacement theta displacement by total displacement ആണ് കേട്ടോ. total displacement ഇതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ total resistance തന്നിട്ടുണ്ട്. total resistance എത്ര തന്നിട്ടുണ്ട്? 20 kilo ohm തന്നിട്ടുണ്ട്. total resistance 20 kilo ohm തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നമുക്കിവിടെ തീറ്റ ടി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 360 ഡിഗ്രി അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? 20 into
ഇൻറ്റു എന്ത് വരും, എന്താ വരിക, 90/20 ഇൻറ്റു 90/20 ഇൻറ്റു 90/360 ഡിഗ്രി എന്ന് വരും അല്ലെ, 360 എന്ന് വരും, 360 ഡിഗ്രി. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 20 ഇൻറ്റു 0.25 എന്ന് കിട്ടും, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 5 കിലോ. 5 കിലോ is the right answer. അപ്പോ സംഭവം ഒന്നുമില്ല, ആ ടോട്ടൽ അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, യൂസിങ് ദ റേഷ്യോ ഓഫ് ദ given angular displacement to the total angular displacement. ഈ total angular displacement അതായത് total resistance of the potentiometer correspond to the total possible angular displacement എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സർക്കിൾ ആയിരിക്കും, ദാറ്റ് ഈസ് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 90/360 ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ മതി, നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ, ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഇതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രശ്നം തോന്നുകയാണ് അല്ലെ. അടുത്ത ചോദ്യമാണ് ഹൗ മെനി. ഓക്കെ, ഇതിന്റെ ആൻസർ ഓൾറെഡി വന്നു, ഞാനതില് ഇതിടാൻ മറന്നുപോയി, ആ സ്റ്റൈലിയുടെ കൊണ്ടുവരാൻ മറന്നുപോയി. ഓപ്ഷൻ അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യം. ഹൗ മെനി 3.7 വോൾട്ട് 300 mAh lithium ion cells are needed to create a 22.2 volt battery pack with a capacity of 600 mAh ആണ് ചോദ്യം. ഓപ്ഷൻ എ 6 cells in parallel, ഓപ്ഷൻ ബി 6 cells in series, ഓപ്ഷൻ സി 12 cells, ഓപ്ഷൻ ഡി 24 cells. സോ ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 12 cells ആണ്. 12 cells is the right answer. എങ്ങനെയാണ് അത് വരിക? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സീരീസ് സെൽസ്, അതായത് കണക്ടിങ് സെൽസ് ഇൻ സീരീസ്. കണക്ടിങ് സെൽസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, connecting cells in series add the voltages together, that is required voltage by cell voltage ആണ് cell series എന്ന് പറയുന്നത്. required voltage by cell voltage ഇവിടെ പറഞ്ഞിട്ടുണ്ട് to build a 22.2 volt. എത്രയാണ്, you need a total of 12 cells. Total number of cells determined by the connecting cells in series to increase the voltage and connecting them in parallel to increase the കപ്പാസിറ്റി എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, കണക്ടിങ് സെൽസിന്, അത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സീരീസ് സെൽസ് ഫോർ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് പാരലൽ സെൽ ഫോർ കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാണ് സെൽസ് ഇൻ സീരീസ് ഇൻറ്റു സെൽസ് ഇൻ പാരലൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സെൽസ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അതായത് ഇപ്പോ ഇവിടെ കിട്ടുക, നമുക്ക് ആദ്യം കിട്ടുക 6 സെൽസ്, അതായത് നമ്പർ ഓഫ് സീരീസ് സെൽസ് നമുക്ക് 6 എന്ന് കിട്ടും, നമ്പർ ഓഫ് പാരലൽ സെൽസ് നമുക്ക് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 12 എന്നാണ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അതായത് കണക്ടിങ് സെൽസ് ഇൻ സീരീസ് ആഡ്സ്, അതായത് റിക്വയർഡ് വോൾട്ടേജ് ഇവിടെ 22.2 തന്നിട്ടുണ്ടല്ലേ, 22.2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സീരീസ് സെൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, 22.2 വോൾട്ട് ബൈ 3.7, 22.2 വോൾട്ട് ബൈ 3.7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടും 6 സെൽസ് ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്പർ ഓഫ് പാരലൽ സെൽസ് കാണണമെങ്കിൽ കപ്പാസിറ്റി ബൈ സെൽ കപ്പാസിറ്റി ചെയ്താൽ മതി. അതായത് 6000 ഈ സംഭവം ഡിവൈഡഡ് ബൈ ഇത്, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 എന്ന ആൻസർ കിട്ടും. അപ്പൊ ആദ്യത്തെ ഈ രണ്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൽസ് ഇൻ സീരീസ് കിട്ടി. ഇത് രണ്ടെണ്ണം ഡിവൈഡ് ചെയ്തപ്പോൾ സെൽസ് ഇൻ പാരലൽ കിട്ടി. അപ്പൊ 2 എത്ര? 2 ഇൻറ്റു 6 എത്ര വന്നു? നമുക്ക് 12 ടോട്ടൽ സെൽസ് എന്ന റൈറ്റ് ആൻസർ വരും. സോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്ന് എനിക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് മാത്രം. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ 1.5 ഇന്ന് കണ്ടോളൂ. ഓക്കെ, സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. സോ താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.